ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ച് തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് ജീവിതാവസാനം വരെ അഭിനയം മാത്രമാകും കൈമുതൽ. ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. സംഭവിച്ച തെറ്റുകൾ തിരുത്തുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ മാത്രം കാണുന്നവർക്ക് അവസരങ്ങളെ അനുകൂലമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല. പരാജയം എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചാലും വിജയത്തിൻ്റെ മധുരം നുണയാം. വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം നടിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഭംഗിയുള്ള നമ്മുടെ മുഖം ഒരു നാൾ ചുളിവുകൾ കൊണ്ട് നിറയും. ആരോഗ്യമുള്ള ശരീരവും ഒരു നാൾ ക്ഷീണിക്കും. ഉയർന്ന ജോലി, സ്ഥാനമാനങ്ങൾ എല്ലാം ഒരു നാൾ അവസാനിക്കും. എന്നാൽ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമ എന്നും നല്ല മനുഷ്യൻ എന്ന പേര് നിലനിർത്തും. എത്ര നന്നാക്കിയാലും ആൾക്കാരിൽ പിന്നെയും കുറവുകൾ ഉണ്ടായേക്കാം. എത്ര ശക്തനാക്കിയാലും സമൂഹത്തിൽ പിന്നെയും ശരികേടുകൾ ഉണ്ടായേക്കാം. അതിനാൽ എല്ലാത്തിനെയും ക്ഷമാപൂർവം സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. ഒരു ഇല കൊഴിഞ്ഞെന്നു കരുതി ഒരു മരവും വീണ ചരിത്രമുണ്ടായിട്ടില്ല. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരം ഇല്ലാതെ മുന്നേറാം. നാം തളരുമ്പോൾ ചേർത്തു പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മോട് സഹകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയത്തെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയതുപോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം.